What is up guys, welcome to a brand new video and on this episode ഇപ്പോൾ PCs ബിൽഡ് ചെയ്യാൻ നല്ലൊരു ടൈമാണോ എന്നായിരിക്കും നിങ്ങളുടെ ഒത്തിരി പേരുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ. ആൻഡ് കഴിഞ്ഞ മാസം വരെ ഐ വുഡ് സേ PCs ബിൽഡ് ചെയ്യാൻ അടിപൊളി ടൈമായിരുന്നു. വി വർ സെല്ലിങ് എ ലോട്ട് ഓഫ് PCs. പക്ഷേ പെട്ടെന്നാണ് ഈ സംഭവം കയറി സീനാക്കിയത്. സീരിയസ്ലി ഗൈസ്, റാം പ്രൈസസ് ആർ ഫ്രിക്കിൻ കെയോട്ടിക് റൈറ്റ് നൗ. 16GB DDR5 റാമിൻ്റെ പ്രൈസ് 5000 രൂപയിൽ നിന്ന് 10000 രൂപ പിന്നെ 12000 രൂപ അത്രയും ക്ലൈംബായി. 32GB റാംസ് 12,500 നിന്ന് 20,000, 25,000 ഇൻ സം കേസസ് 30,000 വരെ പ്രൈസ് റൈസ് ആയി. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്നാലും ഇങ്ങനൊരു ടൈമിൽ വാട്ട് കൈൻഡ് ഓഫ് PC ക്യാൻ ബി ബിൽഡ്? ഓക്കെ, അത്യാവശ്യം നല്ലൊരു ഗെയിം PC നമുക്ക് ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് മോർക്കില്ലാതെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ? സോ എന്താണ് ഇപ്പോൾ നമുക്ക് നൈസായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് മിഡ് റേഞ്ച് ഗെയിമിംഗ് PC എന്ന ക്വസ്റ്റൻ ആൻസറാണ് ഈ വീഡിയോ. ഓർ ടൈറ്റൻ 2026. സോ നമ്മുടെ ലേറ്റസ്റ്റ് മോഡൽ ടൈറ്റൻ ബിൽഡാണിത്. ആൻഡ് ഇറ്റ് കംസ് വിത്ത് ഒരു 6-core പ്രോസർ ഉണ്ട്, 16GB DDR5 റാം ഉണ്ട്, 32GB ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ 16GB DDR5 റാം ഉണ്ട്, 1TB NVMe ഉണ്ട്, ആൻഡ് ഇറ്റ് ഇസ് പവർഡ് ബൈ ദി RTX 5060. അപ്പോൾ നിങ്ങൾക്ക് ഈ ബിൽഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ യു കെൻ ഗോ ടു വെബ്സൈറ്റ് ആൻഡ് ടൈപ്പ് ടൈറ്റൻ 2026 ആൻഡ് യു കെൻ സീ ഓൾ ദ സ്പെക്സ്. അപ്പോൾ ഐ വിൽ take you with me and we'll build this PC together. So this is the Titan 2026. So in നമ്മുടെ processor choice is the Ryzen 5 7500F. 8400G നേക്കാൾ പെർഫോമൻസ് കൂടിയ 7600X ആയിട്ടൊരു 2% പെർഫോമൻസ് ഡിഫറൻസ് ഉള്ള I think the best budget aim for CPU out there, Ryzen 7500F. And also ഇതിന് 5GHz ബൂസ്റ്റ് ക്ലോക്ക് ഉണ്ട്. And very importantly 8000 സീരീസിനകത്തൊരു വളരെ നല്ല അഡ്വാൻറ്റേജ് പ്രോസസ്സർ ഉള്ളത് PCI Gen 5. Gen 5 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ പുതിയ Gen 5 ഹാർഡ്വെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ this is going to be a very nice addition. So currently നിങ്ങൾക്ക് വാല്യൂബിൾ സിംഗിൾ കോർ പെർഫോമൻസ് പ്രിഫർ ചെയ്യുന്ന ടൈൽസ് കളിക്കണമെങ്കിലോ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിലോ റെൻഡർ ചെയ്യണമെങ്കിലോ എല്ലാത്തിനും പറ്റുന്ന ഒരു ഓസം എന്നാൽ പ്രൈസ് ടു പെർഫോമൻസ് കിങ് എന്ന് ഇപ്പം നമുക്ക് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന പ്രോസറാണ് Ryzen 5 7500. ആൻഡ് ഈ പ്രോസറിൻ്റെ പ്രൈസ് കംസ് റഫ്ലി ബിറ്റ്വീൻ ഒരു 14,500 ഒരു 15,500 ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ആൻഡ് ഇനി നമ്മുടെ മദർ ബോർഡ് ചോയ്സ്. നമ്മുടെ മദർ ബോർഡ് ഓഫ് ചോയ്സ് ഇസ് എ വെരി നിയർ ആൻഡ് ഡിയർ MSIയുടെ B650M ഗെയിമിംഗ് വൈഫൈ. പേര് പറയുന്ന പോലെ തന്നെ ഇതിൽ ഓൺ ബോർഡായിട്ട് വൈഫൈ ബ്ലൂടൂത്ത് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പോർട്ട് സെലക്ഷൻ ഉണ്ട്. ബാക്കിൽ Type-C പോർട്ട് ഉണ്ട്, USB 3.1 Gen 1 പോർട്സ് ഉണ്ട്. ആൻഡ് ഓൾസോ ചിലവർ ഇത് കാണുമ്പോൾ ബ്രോ 2 റാം സ്ലോട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും നോക്കണ്ട. റിമെമ്പർ റാം ഇപ്പോൾ ഡുവൽ ചാനലാണ്. സോ 2 റാം സ്ലോട്ട് മോർ ദൻ എനഫ്. ആൻഡ് ഓൾസോ ഇതിൽ 2 NVMe സ്ലോട്ട്സ് ഉണ്ട്. ആൻഡ് മേളത്തെ NVMe സ്ലോട്ടിനകത്ത് ഒരു ഷീൽഡും ഉണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് കംസ് അറൗണ്ട് 11,500 ആണ് വരുന്നത്. ആൻഡ് ഇനി ഫോർ റാംസ്, ഈ ബിൽഡും ഈ ഇടയ്ക്കിന് ചെയ്യാൻ പോകുന്ന എല്ലാ ബിൽഡ്സിനെയും അത്യാവശ്യം നല്ല സീനാക്കുന്നത് only one component ആണ് റാം. പ്രൈസസ് ഇത്ര വിയർഡായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കമ്പോണൻറ്റ് ഞാൻ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഇത്രയും സീനായിട്ട് വന്നത് നമ്മുടെ മൈനിങ് ടൈമിനകത്ത് GPU ഷോർട്ടേജ് ഒക്കെ വന്നപ്പോഴായിരുന്നു. അതേപോലത്തെ ഒരു വിയർഡ് സമയത്തോട് കടന്നു പോകുമ്പോൾ പ്രൈസസ് അങ്ങ് ഏറ്റവും കൂടുതൽ ഈ ബിൽഡിനെ കൂട്ടുന്ന ഇസ് ദ റാം. ആൻഡ് ഈ ബിൽഡിന് ഗോയിങ് വിത്ത് ഒരു വളരെ സേഫ് ഓപ്ഷൻ ഓഫ് 16GB DDR5 6000 MHz റാം. ആൻഡ് ഐ എം വെരി സോറി ടു ടെൽ യു, ഈ റാമിൻ്റെ കോസ്റ്റ് ഇസ് അറൗണ്ട് 13,500 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 32GB റാമിൻ്റെ പ്രൈസാണ് ഇപ്പോൾ നമ്മൾ 16GB റാമിന് കൊടുക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. വി cannot do nothing about it. അപ്പോൾ 16GB 6000 MHz DDR5 റാം. ആൻഡ് ഇപ്രാവശ്യം നമ്മൾ പോകുന്ന മോഡൽ XPGയുടെ ലാൻസർ ബ്ലേഡ്. ആൻഡ് ഇനി ഈ ബിൽഡിൻ്റെ സ്റ്റോറേജിന് വി ഹവ് ഗോൺ വിത്ത് XPGയുടെ S60 1TB Gen 4 NVMe SD. ഒരു വളരെ പ്രൈസ് ടു പെർഫോമൻസ് ഫ്രണ്ട്ലി SD ആണ്. Gen 4 സപ്പോർട്ട് ഉണ്ട്. കൂടുതൽ ഹീറ്റിംഗ് വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ആ ഹീറ്റിംഗ് ഉപയോഗിക്കത്തില്ല ബിക്കോസ് നമ്മുടെ മദർ ബോർഡിൽ ഓൾറെഡി ഹീറ്റിംഗ് ഉണ്ട്. സോ നമുക്ക് അതിൽ കൂടെ വരുന്ന ഹീറ്റിംഗ് ഇപ്പോൾ ആവശ്യമില്ല. പക്ഷേ എന്നാലും ഒരു വളരെ പ്രൈസ് ടു പെർഫോമൻസ് ഓറിയൻറ്റഡ് SD ആണ്. ആൻഡ് ഓൾസോ കമ്പനി പ്രൈസസ് ഭയങ്കര കൂടി നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഈസി വേർഡ് ഹെഡ് പ്രൈസസ് ഏറ്റവും സ്റ്റോറേജ് മാക്സിമം കിട്ടുന്ന എന്നാൽ നിങ്ങളുടെ ബജറ്റിൽ ഏറ്റവും നിൽക്കുന്ന Gen 4 NVMe എടുക്കുക. അല്ലാതെ ഭയങ്കര പെർഫോമൻസ് കൂടി Gen 4 NVMe പ്രൈസ് കൂടി നിൽക്കുന്ന കാലത്ത് എടുക്കരുത്. ഇറ്റ് ഇസ് ജസ്റ്റ് ഗോയിങ് ടു കിൽ യുവർ ബഡ്ജറ്റ്. ഇറ്റ് ഇസ് ഗോയിങ് ടു മേക്ക് യുവർ PC കോസ്റ്റ് എക്സ്ട്രാ അന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ള പെർഫോമൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ബജറ്റിനെ കൊല്ലാത്ത വെരി റിലയബിൾ Gen 4 NVMe XPGയുടെ S60 1TB ആൻഡ് ഇതിൻ്റെ പ്രൈസ് കംസ് അറ്റ് റഫ്ലി 7,500 rupees. അടുത്തായി കേസ് എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് ഇങ്ങനൊരു കേസ് എക്സിസ്റ്റ് എന്ന് അറിഞ്ഞാത്തൊരു കേസാണ് ആൻടെക്കിൻ്റെ VCX 300 ARGB ഫ്രണ്ടും സൈഡും ടെമ്പേർഡ് ഗ്ലാസ്, പിന്നെ 1 2 3 4 5 പ്രീ ഇൻസ്റ്റോൾ ARGB ഫാൻസ്. ആൻഡ് ഓൾസോ ആ PSU ഷ്രൗഡ് വരുന്നില്ലേ, അതായത് മദർ ബോർഡിൻ്റെ താഴെ പെരിഫറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ എയർ ഇൻടേക്കും കിട്ടും. സോ 4000 എന്നൊരു വളരെ ടൈറ്റ് പ്രൈസ് പോയിന്റിനകത്ത് അടിപൊളി പെർഫോമൻസും ഇൻടേക്കും ലുക്സും തരുന്ന ഒരു വളരെ നൈസ് കേസാണ് ആൻടെക്കിൻ്റെ VCX 300. ഓൾ ഓഫ് യു ഡു നോട്ട് നോ അബൌട്ട് ദിസ് കേസ്. ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ബഡ്ജറ്റ് കേസ് അവൈലബിൾ. 4,000 rupees എനിക്ക് അൺഡൗട്ടഡ്ലി പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് ബഡ്ജറ്റ് കേസ് അവൈലബിൾ. ആൻഡ് ദി എയർ ഫ്ലോ ഓൺ ദിസ് ഇസ് very well done.
അത്യാവശ്യം കേബിൾ മാനേജ്മെൻറ്റിൻ്റെ ചെയ്യാനുള്ള എല്ലാത്തിനുള്ള സ്പേസ് കൊടുത്തേക്കുന്ന ഒരു കേസാണിത്. ഇനി പവർ സപ്ലൈ ഫോർ ദിസ് ബിൽഡ്. ഈ ബിൽഡിന് പവർ സപ്ലൈ പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു. ഒന്ന്, ഈ ബിൽഡിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പവറിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ ഫ്യൂച്ചറിലും ഇതേ ഒരു ടയർ കാർഡോ ഇതിന് ഒരു സ്റ്റെപ്പ് മേളത്തെ കാർഡോ പറ്റുന്ന രീതിയിൽ ഒരു പവർ സപ്ലൈ, അല്ലാതെ ഭയങ്കര അപ്ഗ്രേഡ്സ് നമുക്കിപ്പോൾ നോക്കാൻ പറ്റത്തില്ല, കാരണം നമ്മളിൽ അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ പവർ സപ്ലൈക്ക് ഡീപ് കൂണിലെ 550 watt ബ്രോൺസ് റേറ്റഡ് പവർ സപ്ലൈ ഇതിൻ്റെ പ്രൈസ് കംസ് അറ്റ് അറൗണ്ട് 3,800 rupees ആണ് വരുന്നത്. ബ്രോൺസ് റേറ്റഡ് സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫ് ആയിരിക്കും. ഇതിങ്ങനെ പെട്ടെന്ന് കൊടുത്തിരിക്കാനൊന്നും പോകുന്നില്ല. ഓൾസോ ഇതിന് നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള എല്ലാ കേബിൾസും കണക്ടേഴ്സും ഓൾ ഇൻ മാറ്റ് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു ചെറിയ ഗുഡ് ഫീച്ചർ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ദിസ് ഇസ് 80X 3.1 കമ്പാറ്റബിൾ. അതായത് പുതിയ ജനറേഷൻ RTX കാർഡ്സില്ലേ, NVIDIA ആ പഴയ കണക്ടേഴ്സ് എല്ലാം മാറ്റി അവരുടെ പുതിയ കണക്റ്റിലേക്ക് മാറിയ ആ പെർട്ടിക്കുലർ കേബിൾ ഇതിനകത്ത് ഉണ്ട്. സോ 3,800 ഒരു 80X 3.1 റെഡി, വളരെ സ്റ്റേബിൾ, എന്നാൽ ഭയങ്കര ജാടിയൊന്നുമില്ലാത്ത ഒരു പീസ്ഫുൾ പവർ സപ്ലൈ ആണ് ഡീപ്കൂണിൻ്റെ PL550. സോ ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇനി നമ്മുടെ കേസിനകത്ത് നമ്മുടെ ബോർഡ് സെറ്റ് ചെയ്യാനുള്ള ടൈമായി. ആൻഡ് റിമെമ്പർ, നിങ്ങൾ കേസിനകത്ത് മേക്ക് ഷുവർ യു സ്ക്രൂ ഓൾ ദോസ് മദർ ബോർഡ് സ്ക്രൂസ്, സ്റ്റാൻഡ് ഓഫ് വെച്ച് പറ്റുന്ന സ്ക്രൂസ് എല്ലാം ടൈറ്റൻ ചെയ്യുക, സ്പെഷ്യലി ആ താഴെയുള്ള സ്ക്രൂസ്. ആൻഡ് ഇത് കുറച്ച് ടെക് സാവി ബ്രോസിനുള്ള ടിപ്പാണ്. നിങ്ങൾ ആ USB 3.0 പോർട്ട് ചെയ്യുന്ന കേബിൾ വലിക്കുമ്പോഴത്തേക്ക് ആ പ്ലാസ്റ്റിക് ബെയറിങ്ങോടെ ഫുൾ ഇങ്ങനെ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് യൂഷ്വലി വരുന്നത് എപ്പോഴാണെന്ന് അറിയുമോ, നിങ്ങൾ ബോർഡിൻ്റെ താഴത്തെ സ്ക്രൂസ് ഇടാത്തപ്പോഴാണ്. സോ മേക്ക് ഷുവർ യു പുട്ട് ഓൾ യുവർ സ്ക്രൂസ്. ആൻഡ് ഇനി നമ്മുടെ ഗ്രാഫിക് കാർഡ് ചോയ്സ്. ആൻഡ് ഗ്രാഫിക് കാർഡ് ചോയ്സ് ഫോർ ദിസ് ബിൽഡ് ഇസ് RTX 5060. Okay, 32,000 rupees ആണ് ഈ കാർഡിൻ്റെ വില. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു കാർഡാണിത്. സോ നിങ്ങൾക്ക് പുതിയ ഫീച്ചേഴ്സ് ഫ്രെയിം ജെൻ വേണോ ഇതിനകത്തുണ്ട്, DLSS 4 വേണോ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ മോഡേൺ ടൈറ്റിൽസിന് കുറച്ചുകൂടെ ബെറ്റർ സപ്പോർട്ട് കിട്ടും. ഓവർ 3060യും 4060നെക്കാളും കൂടുതൽ പെർഫോമൻസ് കിട്ടും നിങ്ങൾ 5060 ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ആൻഡ് 32,000 എന്നൊരു ഡീസൻറ്റ് പ്രൈസ് പോയിൻ്റ് ആണ്. ഈ പ്രൈസും കൂടാതിരിക്കട്ടെ, പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ സമയത്ത് 32,000 വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ്സ് യു കൻ ഗെറ്റ് ഔട്ട് ദെയർ വിത്ത് ഓൾ ദി ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ്. ആൻഡ് ഓൾസോ നിങ്ങൾ ബ്ലെൻഡർ പോലത്തെ വർക്ക് ലോഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ NVIDIA കാർഡിനടുത്ത് കുറച്ച് പ്രിഫറൻസ് കാണാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 35,000 അടിയിലെ കറൻറ്റ്ലി ദി ബെസ്റ്റ് കാർഡ് ഔട്ട് ദെയർ RTX 5060 is what we use to wrap up this build. And ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബിൽഡ് കഴിഞ്ഞു. ആൻഡ് ഈ ബിൽഡിൻ്റെ ടോട്ടൽ കോസ്റ്റ് കംസ് അപ്പ് ടു അറൗണ്ട് 87,500 rupees ആണ് ഈ ബിൽഡിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ആൻഡ് ഐ റിയലി ഹോപ്പ് ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനാണ് കേസ്. കാര്യം അപ്ലോഡ് ചെയ്യുമ്പോഴും ഇത് അപ്ലോഡ് ചെയ്തിരുന്നതിന് മുമ്പ് ഈ പ്രൈസ് കൂടുമെന്ന്. പക്ഷേ വി ഹോപ്പിംഗ് ഈ പ്രൈസ് സ്റ്റേസ് as put. And we proudly call this build നമ്മുടെ Titan 2026 എന്ന്. സോ ഈ ബിൽഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് സെർച്ചിനകത്ത് Titan 2026 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ ബിൽഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഈ ബിൽഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ പർച്ചേസ് സ്ട്രേറ്റ് ഫ്രം us. അപ്പം ഇനി ബിൽഡ് കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ജാങ്കോ ബീറോസ് കണ്ടിട്ട് കം റൈറ്റ് ബാക്ക് ബോയ്സ് ആൻഡ് വി വിൽ ഫിനിഷ് ടോക്കിംഗ് അബൌട്ട് ദിസ് PC. അല്ല, PC അടിപൊളിയാണ്, PC കാണാൻ ലുക്കാണ്, ഇതൊക്കെ ഓക്കെ. പക്ഷേ PC പെർഫോമൻസ് നിങ്ങൾക്ക് അറിയണമല്ലോ. സോ എത്ര FPS കിട്ടുന്നുള്ളൂ നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിംസ് പ്ലേ ചെയ്യുമ്പോൾ. ഇതിന് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 8GB കാർഡായതുകൊണ്ട് ഇതൊരു പ്രോപ്പർ മിഡ് റേഞ്ച് ബിൽഡായതുകൊണ്ട് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിംസ് എല്ലാം 1080pയിലായിരിക്കും. 1080pൽ വി ആർ എയിമിംഗ് ഫോർ ഹൈ ആൻഡ് അൾട്രാ സെറ്റിംഗ്സ്. ആൻഡ് ഓൾസോ നമുക്ക് എവിടെയൊക്കെ ഫ്രെയിം ജെൻ ഉപയോഗിക്കാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ ഫ്രെയിം ജെൻ ഉപയോഗിക്കും. കാരണം നമുക്ക് ആ ടെക്നോളജി നമ്മുടെ കാർഡിനുണ്ട്, പിന്നെ എന്തിനാണ് ഉപയോഗിക്കാതിരിക്കുന്നത്. സോ എവിടെയൊക്കെ DLSS ഫ്രെയിം ജെൻ ഉപയോഗിക്കാൻ പറ്റും അവിടെയൊക്കെ നമുക്ക് DLSS ഫ്രെയിം ജെൻ ഉപയോഗിച്ച് തന്നെ ബെഞ്ച് മാർക്ക് ചെയ്യാം ടു സീ ഹൗ കേപ്പബിൾ ദിസ് PC is. സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എവർഗ്രീൻ ക്ലാസിക്കായി GTA 5 1080p കളിക്കുമ്പോഴത്തേക്ക് അറ്റ് അൾട്രാ സെറ്റിംഗ്സ് നിങ്ങൾക്ക് 89 FPS ആണ് കിട്ടുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ DLSS ഓൺ ആക്കി നിങ്ങൾ മൾട്ടി ഫ്രെയിം ജനറേഷൻ ഓൺ ആക്കുമ്പോൾ ദിസ് ഷൂട്ട്സ് അപ്പ് ഓൾ ദ വേ ടു 180 FPS വരെ പോകാം. ഓക്കെ, സോ ബാക്കി ഫ്രെയിംസ് ഒക്കെ ഉണ്ടാക്കി തരും. ആൻഡ് ദ ഗെയിം ഫീൽസ് എക്സ്ട്രീംലി സ്മൂത്ത്. സോ നിങ്ങൾക്ക് DLSS വേണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ അൾട്രാ സെറ്റിംഗ്സ് വിത്ത് റേ ട്രേസിംഗ് മാക്സ് ഇട്ടാൽ നിങ്ങൾക്ക് 89 FPSഉം നിങ്ങൾ ഫ്രെയിം ജനറേഷൻ ഇടാൻ തീരുമാനിച്ചാൽ യു ഗെറ്റ് 180 FPS. സിമ്പിളായിട്ട് എന്ത് മനോഹരമായ സമയമാണല്ലേ കാരണം ഗെയിമൊക്കെ സുഖമായിട്ട് മാക്സ് FPS കൊണ്ടുവരും. സോ അടുത്ത ഈ ഇടയ്ക്കുള്ള വളരെ പോപ്പുലർ ഗെയിമായ Battlefield 6. സോ Battlefield 6 നിങ്ങൾ കളിക്കുമ്പോൾ ഫുൾ അൾട്രാ പ്രീസെറ്റ് കളിക്കുകയാണെങ്കിൽ യു ഗെറ്റ് അറൗണ്ട് 110 FPS ആണ് കിട്ടുന്നത്. മൾട്ടി ഫ്രെയിം ജനറേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലും പുഷ് ചെയ്യാം. പക്ഷേ കോമ്പറ്റീറ്റീവ് ഗെയിംസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടി ഫ്രെയിം ജനറേഷൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സോ മൾട്ടി ഫ്രെയിം ജനറേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ റിമെമ്പർ അത് നിങ്ങളുടെ സോളോ ക്യാമ്പയിനോ സിംഗിൾ പ്ലെയർ ക്യാമ്പയിനോ യൂസ് ചെയ്താൽ മതി. കോമ്പറ്റീറ്റീവ് മൾട്ടി പ്ലെയർ വരുമ്പോൾ അതിനകത്ത് മൾട്ടി ഫ്രെയിം ജനറേഷൻ ഒരു ഫീച്ചർ ഉപയോഗം വരത്തില്ല. സോ അല്ലാത്ത കേസിനകത്ത് യു ഗെറ്റ് എ വെരി ഈസി 106 FPS എല്ലാം അൾട്രാ സെറ്റിംഗ്സ് ഇട്ട് കളിക്കുമ്പോൾ. ഇനി വാലറന്റ് ഒരു വളരെ ഗ്രാഫിക് കാർഡ് ഇൻറ്റൻസീവ് ടൈറ്റിൽ അല്ല, ഇത് കുറച്ചുകൂടി CPU ഇൻറ്റൻസീവ് ടൈറ്റിലാണ്. എന്നാൽ വാലറന്റ് വളരെ ഈസി ആയിട്ട് 400 FPSന് മേളിൽ ഈ PC പുഷ് ചെയ്തോളും. കാരണം റിമെമ്പർ നമ്മുടെ 7500F ഒരു 5GHz പോകാൻ പറ്റുന്ന
വളരെ കേപ്പബിൾ 6 കോർ ആണ്. അതുകൊണ്ട് തന്നെ 400 FPS അതിന് മേളിലും ഈസി ആയിട്ട് വാലോ ഡ്രൈവ് ചെയ്തോളും ഫുൾ എച്ച് ഡി കളിക്കുമ്പോൾ. സോ വാലോ ഈ ഒരു പി സിക്ക് ഒരു ടാസ്കേ അല്ല. ഇനി Cyberpunk 2077 ഫുൾ അൾട്രാ സെറ്റിംഗ്സിൽ DLSS ക്വാളിറ്റീസ് മോഡ് ഇട്ടാൽ നമുക്കൊരു 100 to 110 FPS കിട്ടും. മൾട്ടി ഫ്രെയിം ജനറേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇതിനും മേളിൽ പുഷ് ചെയ്യാൻ പറ്റും. ക്ലോസ് ടു ഒരു 140 FPS വരെ പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാത്ത സ്റ്റാൻഡേർഡ് മോഡിനകത്ത് എല്ലാ അൾട്രാ സെറ്റിംഗ്സ് ഇടുമ്പോൾ Cyberpunk 2077 gives you 110 FPS. ഇനി അടുത്തായി മാർവൽ റൈവൽസ്. ഇതിപ്പോഴും ആരെങ്കിലും കളിക്കുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. Battlefield 6 കൊണ്ടിട്ട് ആ പ്ലെയർ ബേസ് മൊത്തം കൊണ്ടുപോയെന്നറിയാം. പക്ഷേ എന്നാലും മാർവൽ റൈവൽസ് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ യു ഗെറ്റ് ക്ലോസ് ടു 104 FPS ആണ് കിട്ടുന്നത്. ഈവൻ ഇൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സീൻസും ഒത്തിരി ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന സീനിലും ഈ ഒരു കറണ്ട് സ്പെക്ക് ഈസി ആയിട്ട് 104 FPS മേളിൽ കൊണ്ട് നിർത്തിക്കോളും ഇൻ മാർവൽ റൈവൽസ്. യെസ്, നിങ്ങൾക്ക് വിഷ്വൽ ക്വാളിറ്റി കൂട്ടി പക്ക സ്പോർട്സ് മോഡ് പോകണമെങ്കിൽ കോമ്പറ്റേറ്റീവ് സെറ്റിംഗ്സ് ഇട്ട് ഗെയിം കളിക്കാം. കോമ്പറ്റേറ്റീവ് സെറ്റിംഗ്സ് ഇട്ട് കളിച്ചാൽ യു ഗെറ്റ് ഈസിലി ഓവർ 140 FPS. പക്ഷേ വിഷ്വൽ ക്വാളിറ്റിക്ക് നിങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുത്താണ് കളിക്കുന്നതെങ്കിൽ 104 to 107 FPS ആയിരിക്കും മാർവൽ റൈവൽസ് നിങ്ങൾക്ക് തരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ പി സിയുടെ ബിൽഡ് കണ്ടു, ബെഞ്ച്മാർക്ക് കണ്ടു. സോ ലെറ്റ്സ് ഗോ റാപ്പ് അപ്പ് ദിസ് വീഡിയോ അബൌട്ട് Titan 2026. സോ ഗൈസ്, ഐ നോ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു വളരെ വിയേർഡ് സമയത്തിലാണ്. വേറെ കമ്പോണൻറ്റ് പ്രൈസസ് ഭയങ്കര കയറുന്നത് കാണാം. പി സി എല്ലാവർക്കും പെട്ടെന്ന് പർച്ചേസബിൾ ആണോ എന്നൊരു ഡൗട്ടുള്ള സമയത്താണ്. പക്ഷേ ഇതിൻ്റെ വിയേർഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പി സി എടുക്കാമെന്ന് വെച്ചാൽ പോലും എത്ര പ്രൈസ് ഇനിയും കൂടുമെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഷിപ്പ് ഷോർട്ടേജസ് ഇനിയും കൂടിയാൽ ഈ പി സിൻ്റെ പ്രൈസ് ഇനിയും കയറാം. അങ്ങനെ ഒരു ഭയങ്കര ഓഡ് ടൈമിലാണ് നിൽക്കുന്നത്. ബിക്കോസ് മാക്സിമം ഓർഡേഴ്സ് എല്ലാം കമ്പനീസ് മറ്റേ കമ്പണൻറ്റ് വേണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ പി സിസ് ബിൽഡ് ചെയ്യാൻ ഒരു വിയേർഡ് ടൈമാണ്. അങ്ങനെ ഒരു ടൈമിലായ പോലും we're always there to build awesome PCs. So അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ഇൻഫ്ലേഷൻ പ്രൂഫ് പി സി ബിൽഡ് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹമുള്ളത്. കാര്യം ഇങ്ങനെ പ്രൈസ് കയറി നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് ഒത്തിരി ബഡ്ജറ്റ് കൊല്ലാത്ത ഒരു നല്ല ഗെയിമിംഗ് പി സി എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന ക്വസ്റ്റിന് ആൻസർ ആയിരുന്നു Titan 2026. ആൻഡ് വൺസ് അഗൈൻ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ബിൽഡ് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് Titan 2026 സെർച്ച് ചെയ്താൽ മതി. യു ഗെറ്റ് ദ കംപ്ലീറ്റ് സ്പെക്കും ഫുൾ റൈറ്റപ്പ് ഉണ്ട് ഈ ബിൽഡിനെ പറ്റി. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ബിൽഡ് ഫ്രം യുവർ ഫേവറേറ്റ് പി സി ബ്രോസ്. ആൻഡ് ഓൺ ദാറ്റ് നോട്ട് ഗൈസ്, എല്ലാ പ്രാവശ്യവും പറയാറുള്ള പോലെ ഇഫ് യു ലവ് എ വീഡിയോ ഹിയർ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, make sure follow us on Instagram. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വി ഹാവ് സം ഓസം കണ്ടന്റ് കമ്മിങ് ഔട്ട് എവറി ഡേ. ലേറ്റ്ലി നമ്മൾ ഒരു അടിപൊളി MS ആയിട്ടൊരു വൻ കൊളാബൊക്കെ ചെയ്തു. വേർ വി ആർ ടോക്കിംഗ് അബൌട്ട് OLED മോണിറ്റേഴ്സ്. അതൊക്കെ പോയി ചെക്ക് ദർ ഔട്ട്. Our 25K family is going strong there. And if you love what you do here, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, and if you're not subscribed, make sure you subscribe to our YouTube channel. And on that note guys, ഇതേപോലത്തെ awesome PC build site will be back. As a matter of fact, we are posting videos, full length PC build videos every week. അപ്പോൾ കൺസിസ്റ്റൻസിയിൽ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ we're posting videos every single week. സോ ഇങ്ങനെയുള്ള awesome PC buildsനെ you know what to do. നിങ്ങൾക്ക് ഒരു high-end PC, ഒരു വർക്ക് സ്റ്റേഷൻ, ഒരു ഗെയിമിംഗ് PC അങ്ങനെ എന്ത് വേണമെങ്കിലും, if you're in Trivandrum, make sure you come to our office. We are located on Thiruvallam, Kovalam bypass. And in Trivandrum അല്ലെങ്കിൽ don't worry, you can call us, WhatsApp us, messages on our website. We ship all over India, all the way from Jammu and Kashmir to all the way down south to Kerala. നമ്മൾ എല്ലായിടത്തും ഈ ഷിപ്പ് ചെയ്തിട്ടുണ്ട്. So on that note guys, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ guys, I will see you in the next one. Till then, this is me saying cricket baby and peace.